ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് നസൽ വി. ഇക്കഴിഞ്ഞ വർഷത്തെ എഴുതിയ എക്സാമുകളിലെല്ലാം ഏറ്റവും മികച്ച മാർക്കോടുകൂടി റാങ്കോടുകൂടി യൂണിവേഴ്സിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപരിചയം ഉണ്ടാവും. യൂണിവേഴ്സലിലെ എക്സാമുകളിലൊക്കെ ക്യാഷ് പ്രൈസ് ഒക്കെ വാങ്ങുന്ന വീഡിയോസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നസൽ വരാറുണ്ടായിരുന്നു. മികച്ച വിജയം നേടിക്കൊണ്ടാണ് നസൽ ഇന്ന് എൻ്റെ കൂടെയുള്ളത്. നസൽ ഏതൊക്കെ എക്സാം എഴുതി പ്രാവശ്യം? ഞാൻ നീറ്റ്, ജെഇ, കീം. അതിൽ ജെഇ മെയിനിൽ 99.29%. അഡ്വാൻസ് എഴുതിയില്ല. ഓക്കെ. പിന്നെ കീമില് കേരള 12th റാങ്ക് ആണ്. കേരള 12th റാങ്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നീറ്റിൽ എത്ര റാങ്ക് വന്നത്? നീറ്റിൽ 6400. ഓൾ ഇന്ത്യ റാങ്ക് 6400 എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജുകളിൽ തന്നെ MBBS സീറ്റ് കൺഫേം ആണ്. അലോട്ട്മെന്റ് പ്രൊസീജിയറിലേക്ക് നമ്മൾ കടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നസൽ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിയ സ്കോറാണ്. കഴിഞ്ഞ വർഷം നസലിന് എത്ര സ്കോർ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം 637 ആണ് വന്നത്. 637 ആണ് വന്നത്. കഴിഞ്ഞ വർഷം ആ സ്കോർ വന്നതിന് ശേഷം വീണ്ടും ഒരു വട്ടം ചെയ്യണോ ഇല്ല എന്നുള്ളതിലൊക്കെ സംശയത്തിൽ നസൽ ഇവിടെ വന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നസലും പിന്നെ കൂടെ നാസിഫ് ഉണ്ടായിരുന്നു, അന്ന് വേറെ ആരുണ്ടായിരുന്നു, ഒരാളും കൂടെ റോഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ സ്കോർ 600ന്റെ എബോവ്, വെൽ എബോവ്, ലൈക്ക് 630s 640s സ്കോർ വന്ന ആൾക്കാരാണ് കഴിഞ്ഞ വർഷം. എന്നിട്ട് ഇവഞ്ച്വലി എങ്ങനെയാണ് ഒന്നും കൂടെ ഇത് അറ്റംപ്റ്റ് ചെയ്ത് ഇത് നേടിയിട്ടേ പോവുള്ളൂ, സെൽഫിന് പോവില്ല എന്നൊക്കെ, സെൽഫിന് പോകുന്നതിനെ പറ്റിയൊക്കെ ആലോചന ഇല്ലായിരുന്നു? സെൽഫിന് പോകുന്നതിനെ പറ്റിയ ആലോചന അങ്ങനെ എഫ് സാറിന് കണ്ടു. എഫ് സാറ് പറഞ്ഞ് ഒന്നും കൂടി ചെയ്യണം, ഏതായാലും എത്ര ആയില്ലേ, എത്ര എത്തിയില്ലേ, അപ്പൊ ഒന്നും കൂടി ചെയ്യാം, നല്ലൊരു ഹോസ്റ്റല് അന്ന് റെഡിയാക്കാം പറഞ്ഞു. ഇപ്രാവശ്യം എക്സാമിന് പോകുമ്പോ ഒരു കോൺഫിഡൻസ് ലെവൽ എങ്ങനെയായിരുന്നു? കോൺഫിഡൻസ് നല്ല ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല. കഴിഞ്ഞ വർഷം നല്ല സ്കോറാണ് പുറത്തിറങ്ങുമ്പോ, പക്ഷെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴാണ് അതൊക്കെ തകിടം പറഞ്ഞത്. ഇപ്രാവശ്യം പോകുമ്പോ ഇനിയിപ്പോ എന്തൊക്കെ വന്നാലും കിട്ടും എന്നുള്ള ഉറപ്പിലേന്ന് പോയിട്ടുണ്ട്. കാരണം ഇവിടുത്തെ എക്സാമുകളൊക്കെ എഴുതി എല്ലാവരും ഏകദേശം നല്ല സ്കോർ കിട്ടുന്ന പ്രതീക്ഷ തന്നെയാണ് എക്സാമിന് പോയത്. ഓക്കെ. ഈ എക്സാമിന് പോയിട്ട് എക്സാം ഡിഫിക്കൽട്ട് ആണ് എന്ന് പറഞ്ഞ അല്ല, അതിന്റെ മുന്നേ വേറൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടല്ലോ നിന്റെ കേസിൽ, നിന്റെ ഇതിൽ കണ്ടിരുന്നു. എക്സാം ഹാളിൽ എന്തുണ്ടായി? എക്സാം ഹാളിൽ റോൾ നമ്പർ മാറിപ്പോയി. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ലേന്ന്. അപ്പൊ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യം റോൾ നമ്പർ കറുപ്പിക്കുക എന്നുള്ളതാണ്. അത് ഓരോ ഇതിലും കറുപ്പിക്കണം, എക്സാമിന്റെ ഇതിലും കറുപ്പിക്കണം, നമ്മളെ OMRലും കറുപ്പിക്കണം. ആദ്യം ഓരത് നല്ല വൃത്തിയിൽ ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ എക്സാം എഴുതാനാണ് നമ്മളെ പെട്ടെന്നുള്ള ഇതില് റോൾ നമ്പർ മാറിപ്പോയി. അപ്പൊ എന്നിട്ട് എന്താണ് അതിന്റെ ഒരു പ്രൊസീജിയർ? എന്നിട്ട് എന്താ ചെയ്തവര്? ഇത് പ്രാവശ്യം സർക്കാർ സ്കൂളിൽ ആദ്യമായിട്ടായിരുന്നു എക്സാം എടുക്കണേ. അപ്പൊ ഓർക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഒന്നും ഇല്ല. ഒരു പറഞ്ഞ ഒന്നും ചെയ്യാനില്ല, അങ്ങനെ തന്നെ വിടുകയെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, ഇതിന് മെയിൻ ആളെന്ന്. അപ്പൊ ഒന്ന് എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങോട്ട് അടുത്ത മെയിൻ ആളെ വിളിച്ച് മൂപ്പര് വന്ന് മൂപ്പരൊന്ന് നോക്കിയിട്ട് പറഞ്ഞ ഇത് ചെറുതാണ്, അങ്ങനെ ഒന്നും ആവൂല, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു OMR ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ബാർകോഡ് ഈവൻ നമുക്ക് വേണ്ടി നമ്മുടെ പേരിനടക്കം മാച്ച് ചെയ്തിട്ടുള്ള OMR ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും ആയിരിക്കും തോന്നുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് മാറ്റാൻ പറ്റുന്നത്. ഓക്കെ. OMR എന്ത് ബാർകോഡ് ഉണ്ട്, ആ ബാർകോഡ് ആണ് ഒരു റീഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ആ OMR ഷീറ്റ് തന്നെയാണ് നീ കൊടുത്തുള്ളത്? അതേ, അല്ല പ്രത്യേകിച്ച് മാറ്റലൊന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല, അത് അതേമാതിരി ഒരു കൊടുക്കുക ചെയ്തത്. ആകെ ടെൻഷനായി. പക്ഷെ ഞാൻ വിചാരിച്ചു പിന്നെ എന്തായാലും ഞാൻ എക്സാം ഉണ്ട് എഴുതാന്ന് വിചാരിച്ചത്. ഓക്കെ. എന്നിട്ട് എക്സാം എഴുതാൻ തുടങ്ങുമ്പോൾ അതിനേക്കാളും മറ്റൊരു ലെവൽ. എക്സാം എഴുതാൻ തുടങ്ങിയപ്പോ ഇതാക്കിയത് 10 മിനിറ്റേ പോയിട്ടുള്ളൂ. ഞാനിപ്പോ ഇവിടുത്തെ എക്സാമിലും 10 മിനിറ്റ് പോയാലും 700 എത്തണ എത്തലുണ്ട്. എക്സാമിന്റെ ഇവിടുന്ന് ബയോളജിയാണ് തുടങ്ങിയത്. ബയോളജി നല്ല രീതിയിലാണ് പോയത്. പക്ഷെ സെർച്ച് ആൻഡ് റീസെന്റ് അവിടെ എത്തി ഇതൊക്കെ വന്നപ്പോ ആ ബുദ്ധിമുട്ട് ഇങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങി. അല്ല അത് കുഴപ്പമില്ല, കാരണം ബയോളജി അല്ലേ. ബയോളജി എന്തായാലും 2022 നല്ല ടഫ് ആയിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ടാണ് പോകണമെന്ന് വിചാരിച്ച്. അപ്പൊ കുഴപ്പമില്ല, ബയോളജിമേ നിന്നോളെന്ന് വിചാരിച്ച് കെമിസ്ട്രിക്ക് പോയി. കെമിസ്ട്രി ആണ് എന്നെ രക്ഷിച്ചതെന്ന് പറയാം. അങ്ങനെയാണ്. കെമിസ്ട്രിയിൽ എനിക്ക് 40ന്റെ മേലേക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. കെമിസ്ട്രി ആദ്യമേ ആക്ച്വലി ഒരു സ്ട്രോങ് സബ്ജക്ട് ആണ്. കെമിസ്ട്രി സ്ട്രോങ് സബ്ജക്ട് ആണ്. ജെയിലും അതന്നെ, ജെയിലും ആ പെർസെന്റേജിലേക്ക് എത്തിക്കുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രി സ്ട്രോങ് ഉണ്ടായിരുന്നു. ഓർഗാനിക് തന്നെ. അങ്ങനെ കുഴപ്പമില്ലാതെ പോയി. ബയോളജി ആദ്യം തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ വിട്ടുകണ്. നമുക്ക് പിന്നെ സെക്കൻഡ് റൗണ്ടിൽ വരാന്നല്ല, ഒരു 10 മേലെ ക്വസ്റ്റ്യൻ ബയോളജി തന്നെ നമ്മൾ വിട്ടുകൊണ്ടാണ് വരുന്നത്. പക്ഷെ നമ്മളത് ഒരിക്കലും 10 ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടിട്ട് ഇതുവരെ ഒരു എക്സാമിൽ നമ്മൾ അങ്ങനെ അത്രത്തോളം ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എന്താണ് പെട്ടെന്ന് ഫിസിക്സ് കഴിഞ്ഞിട്ട് ബയോളജിക്ക് വരണമെന്ന് അതാക്കി. ഫിസിക്സിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വന്നത്
ഏതാണ് നമ്മളെ ഫ്ലൂയിഡ്സിൽ ഫ്ലൂയിഡ്സിലെ ക്വസ്റ്റിനാ വന്നത്. 45 പേപ്പർ 45 കോഡ്. യെസ്. പിന്നെ ഒന്നും പിന്നെ എത്ര ക്വസ്റ്റ്യൻസ് ഫിസിക്സ് ചെയ്ത് ഒപ്പിച്ചു? 22 ക്വസ്റ്റ്യൻ ഓക്കെ. എത്തിയിട്ടുള്ളൂ. നെഗറ്റീവ്സ് ഉണ്ടായില്ലൊക്കെ? കുറച്ച് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവില്ല. ഈ ആ ടെൻഷനും ഇതൊക്കെ കൂടെ ആയിട്ട് പോയി. ഓക്കെ, അതിന്റെ ഇതിൽ പോയതാണ്. ശരി. എന്നിട്ട് പിന്നെ ബയോളജിയിലേക്ക് തിരിച്ചു വന്നാ? ബയോളജിയിലേക്ക് തിരിച്ചു വന്ന് അപ്പൊ ഫിസിക്സിന്റെ ഇത് കാരണം ബയോളജി ഒന്നും ഫുള്ള് ബ്ലാങ്ക് ആയി പോകുന്ന അവസ്ഥയിൽ വന്ന് ഇവഞ്ച്വലി എക്സാമിന്റെ സമയം കഴിയുമ്പോൾ പിന്നെയും കുറെ ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. സോ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കഴിഞ്ഞ വർഷം 637 മാർക്ക്, അന്ന് നല്ല ഹാപ്പി ആയിട്ട് പുറത്ത് വന്നിട്ട് ഇപ്രാവശ്യം പുറത്ത് വരുമ്പോ എന്താ ഫീലിങ്? പുറത്ത് വരുമ്പോ എക്സാമിന്റെ ലാസ്റ്റത്തെ ടൈം 10 മിനിറ്റ് ഒക്കെ ആകുമ്പോ ഞാൻ നോക്കണത് 20 മേലെ ക്വസ്റ്റ്യൻ വിട്ടിക്കണ്. അപ്പൊ അങ്ങനെ ഇതുവരെ ഒരു എക്സാമിനും, പക്ഷെ ഇവിടുത്തെ ടഫ് എക്സാമിന് വരെ ഞാൻ എന്തായാലും 600 മേലേക്ക് ഒരു ടഫ് എക്സാം കൂടെ നടത്തിയിരുന്നു. ഇതേപോലെ ബയോളജി ഫിസിക്സ് ഒക്കെ ടഫ് ആക്കിയിട്ട് സാറ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതിൽ ടോപ്പർ 600 ഒക്കെ തന്നെ ആ ഒരു ലെവൽക്ക്. അതിൽ വരെ ഇത്ര വിട്ടിട്ടില്ല. ഓക്കെ, അങ്ങനെ വന്നപ്പോ നമ്മള് എന്തായാലും കയ്യിലൊന്നും പോയി, ഇനി ഇല്ല. അപ്പൊ നമ്മള് ജയ് പോയി NIT കയറി. ആ ഒരു സമാധാനം ഉണ്ടല്ലോ, സമാധാനത്തിൽ. പിന്നെ ഈ കഴിഞ്ഞ വർഷം ഈ സ്കോർ വന്നു. ഈ വർഷം നസല് നമ്മളെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ചിലാണ് ഉണ്ടായിരുന്നത്. ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ചിൽ നമ്മൾ ചെയ്യുന്നത് എക്സാം കണ്ടക്ട് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. ലൈക്ക് ഒരു 2 ഡേയ്സ് ഗ്യാപ്പിൽ 2 ഡേയ്സ് ഗ്യാപ്പിൽ 3 ചാപ്റ്റേഴ്സ്, 2 ചാപ്റ്റേഴ്സ് ഒരു സബ്ജക്റ്റ്, ഫിസിക്സിന് 2 ചാപ്റ്റേഴ്സ്, പിന്നത്തെ 2 ദിവസം കഴിഞ്ഞ ശേഷം കെമിസ്ട്രി 2 ചാപ്റ്റേഴ്സ്, പിന്നെ അങ്ങനെ ബയോളജി, പിന്നെ ഒരു 2 വീക്സ് ഇങ്ങനെ റൺ ചെയ്തതിന് ശേഷം അതുവരെ കണ്ടക്ട് ചെയ്ത ചാപ്റ്റേഴ്സിന്റെ മൊത്തത്തിലുള്ള എക്സാം. ഇതിന്റെ ഇടയിൽ ഓരോ ദിവസവും ഡെയിലി നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് 1 അവറിന്റെ എക്സാം അല്ലേ? 1 അവറിന്റെ എക്സാം. ഒരു അഭിജയിന്റെ ഒരു ചെറിയ പേപ്പർ 50 ക്വസ്റ്റ്യൻ പേപ്പർ 1 അവർ എക്സാം. അത് എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന ക്വസ്റ്റ്യൻ എക്സാം എഴുതുക ഓൺ എ ഡെയിലി ബേസിസ് ഒരു എക്സാം എന്നുള്ള രീതിയിൽ എഴുതുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ വർഷം ആ സ്കോർ ചെയ്തതിന് ശേഷം ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ച് തന്നെ മതി എന്നുള്ളത് ആദ്യം തന്നെ തീരുമാനിച്ചാണ്? തീർച്ചയായും. ഞങ്ങള് ആ സ്കോറിൽ വന്ന ഒരു 613 റേഞ്ചിൽ മേലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അധികം ആൾക്കാരും ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ചിലാണ്. എന്താ ബേസിക്കലി ഈ വർഷം, അതായത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ചെയ്ത്? ക്വസ്റ്റ്യൻ ചെയ്ത് ഇഷ്ടംമാതിരി ക്വസ്റ്റ്യൻ ചെയ്തു, ഒരുപാട് ചെയ്തു. നമ്മൾ തിയറി ഒക്കെ ആദ്യം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോ തന്നെ 637 ആദ്യത്തെ തന്നെ തിയറി ഒക്കെ ഓക്കെയാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത എണ്ണത്തിന്റെ ഒരു വ്യത്യാസം അത് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ് ചെയ്തത്, മെയിൻ ചെയ്തത്. ഇപ്പോ വന്ന റിസൾട്ട് റാങ്കിലൊക്കെ കൈൻഡ് ഓഫ് സാറ്റിസ്ഫൈഡ് ആണ്? അതോ കുറച്ചും കൂടെ നന്നാവുമായിരുന്നു? OMR-ൽ ഒന്നും കൂടെ ഷെയറാക്കാമായിരുന്നു. എനിവേ, എഴുതിയ എക്സാമുകളിലെല്ലാം ഏറ്റവും മികച്ച സ്കോർ വന്ന് നസല് ഈ വർഷം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ട്രിവാൻഡ്രത്തോ കോഴിക്കോടോ തന്നെ MBBS ജോയിൻ ചെയ്യും. ഏതായാലും നസലിന് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.